നീണ്ട ഒരു മാസത്തെ കഠിന പരിശ്രമത്തിൽ ഞങ്ങൾ ചെയ്ത പ്രൊജക്ട് ഒരു ദാക്ഷിണ്യമില്ലാതെ റിജക്ട് ചെയ്ത് ആകെ ഡാർക്കടിച്ചിരിക്കുമ്പോഴാണ് ഒരു ബ്രേക്ക് എടുത്ത് 5 ദിവസത്തെ ട്രിപ്പ് പോകാൻ തീരുമാനിക്കുന്നത്. 5 ദിവസം കൊണ്ട് ഈ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. ചർച്ചകൾ ഇങ്ങനെ ഒരു കരക്കെത്താതെ നീണ്ടുപോകുന്നത് കണ്ട് എടുത്തടിച്ച പോലെ രശ്മി, അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതേ വരുന്നടാ എബിന്റെ നീട്ടിയുള്ള ഒരു പുച്ഛം. എന്താ ഉള്ളത്? നീക്ക് തെയ്യങ്ങളെയും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ പോയ അവിടെ പൊന്നിയത്തങ്കം നടക്കും. പൊന്നിയത്തങ്കം കാണാം, നാട് എക്സ്പ്ലോർ ചെയ്യാം. എന്നാ പിന്നെ നമുക്ക് ബാഗ് പാക്ക് ചെയ്താലോ? കൃത്യമായ സ്വീകരണമായിരുന്നു ആ നാട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് ലഭിച്ചത്. പിന്നെ പോകുന്ന ഓരോ വഴിയിലും പൊന്നിത്തങ്കത്തിന്റെ വരവേൽക്കാൻ ഒരുങ്ങുന്ന കാഴ്ചകളും കാണാൻ കഴിഞ്ഞു. നിറഞ്ഞ പുഞ്ചിരിയും നല്ല നാടൻ കപ്പ പുഴുങ്ങിയതും കട്ടൻ ചായയും നെല്ലിക്കുപ്പിലിട്ടതും എല്ലാമായാണ് ആ വീടും ഞങ്ങളെ വരവേറ്റത്. ഈ പടികൾ കയറി ചെന്നത് അത്ഭുതവും ചെറിയൊരു ഭയവും സമ്മാനിച്ചത് തെയ്യക്കോലങ്ങളുടെ മനോഹരമായ കാഴ്ചകളിലേക്കായിരുന്നു. ചർക്കയിൽ സാവധാനം നൂൽ ചുറ്റിയെടുത്ത് തറിയിൽ തുണികൾ ശ്രദ്ധയോടെ നെയ്തെടുക്കുന്ന കാഴ്ചകൾ ക്ഷമയുടെയും സൂക്ഷ്മതയുടെയും പുതിയ പാഠങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചു. പൊന്നം ഏഴര കണ്ടത്തിന്റെ മണ്ണിലേക്ക് പൊന്നിത്തങ്കത്തിന്റെ ഒരുക്കങ്ങൾ കാണാനെത്തി ഞങ്ങളെ വരവേറ്റത് ഈ നാട്ടുകാരുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഗംഭീര കാഴ്ചകളായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത്. കളരി എന്ന പൈതൃകത്തിന്റെ കലയും നാടൻ കലാരൂപങ്ങളും മ്യൂസിക്കൽ കൺസേർട്ടും എല്ലാം കൊണ്ട് വെൽ പാക്കായിരുന്നു പൊന്നിത്തങ്കം. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് പൊന്നത്തെ ഒരു ചെറിയ വായനശാലയുടെ നേതൃത്വത്തിൽ ചെറിയ നിലയിൽ തുടങ്ങിയ ഈ പരിപാടി ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുകയാണ്. പൊന്നിത്തങ്കത്തെ അതിന്റെ എക്സ്ട്രീമിൽ ആഘോഷിച്ച് ഇതിന്റെ തുടക്കകാലങ്ങളിൽ കൂടെയുണ്ടായിരുന്ന കുറച്ച് പഴയ ആളുകളെ കാണാനും പൊന്നിത്തങ്കത്തിന്റെ നാൾവഴികളെ അറിയാനും സാധിച്ചു. കളരിയുടെ മഹത്വം അറിയിച്ചുകൊണ്ട് തലശ്ശേരിയിലെ പൊന്നം എന്ന കൊച്ചു ഗ്രാമത്തിലെ ഏഴര കണ്ടത്തേക്ക് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കാൻ സാധിച്ചത് ഈ നാട്ടുകാരുടെ കൂട്ടായ്മയുടെയും സംഘടന മികവിന്റെയും ശക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്ന അറിവ് ഞങ്ങളിലെ കെട്ടുപോയ ആവേശത്തെ ഉണർത്താൻ ഏറെ സഹായിച്ചു. നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ മടക്കം. താങ്ക് യു പൊന്നിത്തങ്കം.